വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണറിലെ വെള്ളം വറ്റി പോകുന്നതും അതുകൊണ്ട് തന്നെ മോട്ടോർ കംപ്ലൈൻറ്റ് വരുന്നതും ചില സ്ഥലങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. അതിന് പ്രതിവിധിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ചെറിയ കൺട്രോളേഴ്സ്. ഇത് ജെൽക്കോ എന്ന ബ്രാൻഡിൻ്റെയാണ്. നമ്മുടെ മോട്ടോർ പമ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കിണറിൽ വെള്ളം വറ്റി പോവുകയോ അല്ലെങ്കിൽ കിണറിൽ നിന്ന് തന്നെ കല്ലോ മറ്റോ വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ പമ്പ് റൊട്ടേറ്റ് ചെയ്യാത്തൊരവസ്ഥ വന്ന് മോട്ടോർ കറണ്ട് കൂടുതലെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രണ്ട് കൺട്രോളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നിങ്ങളുടെ സാധാ മോട്ടറിനെയും നിങ്ങളുടെ സാധാ കിണറിലിടുന്ന ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്, തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് കൺട്രോളേഴ്സും നമുക്ക് സാധാ മോട്ടറിനും ഓപ്പൺ വെല്ലിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഈ മോഡൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ മോട്ടറിന് ന്യൂട്രൽ ഫേസ് മാത്രം കണക്ട് ചെയ്യേണ്ട സാധാരണ മോട്ടറിന് കണക്ട് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു പാനൽ ബോർഡ് ഉണ്ടാവും. ആ പാനൽ ബോർഡിലായിരിക്കും കപ്പാസിറ്റർ ഉണ്ടാവുക. ആ കപ്പാസിറ്ററുള്ള പാനൽ ബോർഡും ഇതും രണ്ടും ഒരുമിച്ച് വെച്ചാലാണ് നമ്മുടെ സാധാരണ ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സാധാരണ മോട്ടറിന് ഇത് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ DP സ്വിച്ചൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ എന്താണ് ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിൽ ഓൾറെഡി കപ്പാസിറ്റർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ കടക്കാരോട് പറയുക അതിൻ്റെ കൂടെ വരുന്ന പാനൽ ബോർഡ് നമുക്ക് ആവശ്യമില്ല, അതിന് പകരം ഈ ഒരു കൺട്രോളർ തരുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ കപ്പാസിറ്റർ ഉണ്ട്. നമ്മുടെ മോട്ടർ സബ്മേഴ്സിബിൾ മോട്ടർ കണക്ട് ചെയ്യാനുള്ള 5 പോയിൻറ്റുകൾ, ന്യൂട്രൽ, ഫേസ്, റെഡ്, യെല്ലോ, ബ്ലൂ 5 പോയിൻറ്റുകൾ കണക്ട് ചെയ്യാനുള്ള പോയിൻറ്റുകൾ ഇതിലുണ്ട്. അത് കൂടാതെ നമ്മുടെ മോട്ടറിന് ആവശ്യമായിട്ടുള്ള കപ്പാസിറ്ററിലുണ്ട്. ഡ്രൈ റൺ ആവോ ഓവർലോഡ് ആവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്മാർട്ട് ആവുന്ന ഈ കാലത്ത് നമ്മുടെ പാനൽ ബോർഡും നമുക്ക് സ്മാർട്ടാക്കാം. നമ്മളൊരു സാധാ മോട്ടറാണ് ആദ്യം കണക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ ഒരു 1.5 HP മോണോബ്ലോക്ക് പമ്പ് അല്ലെങ്കിൽ ഫുട്ബോളുള്ളൊരു മോട്ടറാണ്. ഇതെങ്ങനെയാണ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഈ 2 വയർ നമ്മൾ ജസ്റ്റ് പ്ലഗിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ പവർ പ്ലഗിൽ കൊടുക്കുമോ DP സ്വിച്ച് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വെറുതെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ 2 വയർ നേരെ പ്ലഗിൽ കൊടുക്കും. ഇതിന് പകരമായിട്ട് നമ്മൾ ഈ കൺട്രോളർ കണക്ട് ചെയ്യാൻ നേരത്ത് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് വരുന്ന 2 വയർ, അതായത് ന്യൂട്രൽ ഫേസ് ഇൻപുട്ട്, നമ്മളിവിടെ ന്യൂട്രൽ ഫേസ് ഇൻപുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തേക്കുന്ന 2 പോയിൻറ്റ് കൊടുക്കുക. ഇതിൽ നിന്നുള്ള രണ്ടാമത്തെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് എന്ന് കൊടുത്തേക്കുന്നത് നേരെ മോട്ടറിലേക്കും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു വളരെ സിമ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻപുട്ട് ഫേസ് ന്യൂട്രൽ ഇൻപുട്ട്, ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് അന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 2 വയർ ഫേസ് ന്യൂട്രൽ ഇൻപുട്ട്, രണ്ടാമത്തെ 2 വയർ നമ്മുടെ മോട്ടറിലേക്ക് പോയേക്കുന്ന ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട്. അത്ര സിമ്പിളായിട്ട് പിടിപ്പിക്കാവുന്ന കണക്ഷൻ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഡിസ്പ്ലേ നിലവിൽ കണക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ അതിൻ്റെ വാല്യൂസ് നമ്മുടെ അതായത് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ ക്ലിയറാണ്. ഇതാണ് അതിൻ്റെ വോൾട്ടേജ് 239. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പൈപ്പിലൊന്ന് പിടിച്ചോട്ടോ. ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് നമ്മൾ മാനുവലായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ മോട്ടർ ഏകദേശം എടുക്കുന്നത് 2.3 ആംപിയറാണ് നമ്മുടെ മോട്ടർ എടുക്കുന്ന കറണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം തന്നെ. ഇനി ഇതിൻ്റെ സെറ്റിംഗ് ആണ്. ഇതിപ്പോൾ 240 വോൾട്ട് എന്നുള്ളത് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം 2.3 അടുത്ത് നമ്മുടെ മോട്ടറിന് റണ്ണിങ് ആംപിയർ കിട്ടി. നമ്മൾ ആദ്യം ഈ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ചോദിക്കുന്നത് ഹൈ വോൾട്ടേജ് ആണ്. ഹൈ വോൾട്ടേജ് എന്നുള്ളത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 260 260 മേളിൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവും. വീണ്ടും കുറച്ച് ബാക്ക് വെച്ച് വീണ്ടും സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് ലോ വോൾട്ടേജ് ചോദിക്കും. ലോ വോൾട്ടേജ് നമുക്ക് 180 വരെയാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുക. 180 സെറ്റ് ചെയ്യുക. വീണ്ടും സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ചോദിക്കുന്ന ഓവർലോഡാണ്. നമ്മുടെ മോട്ടർ ഒരു 2.5 ആംപിയർ തന്നെ കറണ്ട് എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു 3.5 ആംപിയറിൻ്റെ മേളിൽ ഓവർലോഡ് വെച്ചാൽ മതി. ഒരു 1 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 1.5 ആംപിയറിൻ്റെ വേരിയേഷനിലാണ് നമ്മളത് വെക്കുന്നത്. നമ്മൾ ഏകദേശം 3.5 ആംപിയറിൽ ഓവർലോഡ് വെച്ചു. അടുത്ത് ചോദിക്കുന്നത് ഡ്രൈ ആണ്. ഡ്രൈ ആയിട്ട് ഓടുന്നത് നിലവിൽ 2 ആംപിയർ എടുക്കുന്ന മോട്ടർ അത് ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ എന്തായാലും 1.5 ആംപിയറിൽ താഴെയാണ് കറണ്ട് എടുക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.6 വെച്ചു. വീണ്ടും സെറ്റ് പ്രസ് ചെയ്തു. അടുത്ത് ചോദിക്കുന്നത് ടൈമറാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ മോട്ടർ തന്നെ ഓഫ് ആവും. ഇത് ഈ DCP 104ൻ്റെ നോർമൽ ചെറിയ മോട്ടറിന് ചെറിയ കൺട്രോളറിന് മാത്രമുള്ള ഫീച്ചറാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ടൈമറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവും. നമ്മളിപ്പോൾ അതാ മോട്ടർ ഓൺ ചെയ്തു. മോട്ടറിൻ്റെ റണ്ണിങ് ആംപിയർ ഏകദേശം 2 ആംപിയറാണ് കാണിക്കുന്നത്. 230 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രമ്മിലെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രം ഒന്ന് കാണിച്ച്. ഡ്രമ്മിലെ വെള്ളം തീർന്ന് നമ്മുടെ ഫുഡ് വാൽവിൽ വെള്ളമില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാലാണ് ഇത് മോട്ടർ ഓഫാകുമെന്ന് നോക്കാം. ഇപ്പോഴും വെള്ളം നന്നായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. വെള്ളം കുറഞ്ഞ് വരുവാണ്. ഓൾമോസ്റ്റ് എയർ എടുക്കാറായി. ഈ കണ്ട എയർ എടുത്തു.
ഇത് കാണിച്ചു കൊടുത്ത് വെള്ളം പമ്പ് ചെയ്യണം. വെള്ളം പമ്പിങ് നിന്നു. ഇനി നമ്മുടെ കറണ്ട് കൺസപ്ഷൻ കാണിച്ചു കൊടുത്ത്. ഇപ്പോൾ ഇതിൻ്റെ ഡ്രൈ ലോഡിലുള്ള കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 ആണ് കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. എത്ര നേരം കൊണ്ട് നമുക്കിത് ഓഫാകും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഏകദേശം ഒരു 10-15 സെക്കൻഡൊക്കെയാണ് നോർമലി ഇതിൻ്റെ ഡിലേ ടൈം വരാറ്. വെയിറ്റ് ചെയ്യാം. ഡ്രൈന്ന് കാണിച്ചു, മോട്ടർ ഓഫായി. ഇതേപോലെ എന്ത് റീസൺ കൊണ്ടാണോ നമ്മുടെ മോട്ടർ ഓഫായത് ആ റീസൺ കൃത്യമായിട്ട് ഇതിൽ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ പിന്നീട് ഒരു തവണ മോട്ടർ അടിച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന് നോക്കാൻ നേരത്തെ ഇതിൽ ഡ്രൈ എന്നാണ് കാണുന്നതെങ്കിൽ മോട്ടർ വെള്ളമില്ലാതെ ഓടിയിട്ടുണ്ട്. ഓവർലോഡ് ആണെന്നാണ് കാണിക്കുന്നതെങ്കിൽ എന്തോ കയറിയിട്ട് അതിൻ്റെ പമ്പ് സ്റ്റക്കായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യുന്നത് ക്ലാസിക്കിൻ്റെ ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിളാണ്. നിങ്ങളിപ്പോൾ ആദ്യം കണ്ട പോലെ ഒരു ഏകദേശം 15 to 20 സെക്കൻഡിന് ഇടയ്ക്കാണ് അതിൻ്റെ ഡിലേ വരുന്നത്. നിങ്ങളുടെ മോട്ടർ വെള്ളം എടുക്കാതെ ഏകദേശം 10 മുതൽ 15 അല്ലെങ്കിൽ മാക്സിമം 20 സെക്കൻഡിനുള്ളിൽ ആ മോട്ടർ ഓഫായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ സീല് ഡാമേജ് ആവുമോ അതിൻ്റെ അകത്ത് വെള്ളം കിടക്കുമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരില്ല. കാരണം ഒരു നോർമൽ ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ തന്നെ ആ വെള്ളം മൊത്തമായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മോട്ടർ ഓഫായി പോകും. അപ്പോൾ ഒരിക്കലും സീല് ഡ്രൈ ആയിട്ടൊന്നും ഓടില്ല. ഇനി അടുത്ത് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ. ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പാനലുകളും യൂസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാനൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിൻ്റെ കൂടെ വരുന്ന പാനലും യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 2 പാനൽ ബോർഡുകൾ അടുത്തടുത്ത് വെച്ചാലാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിലും ഈസി വഴിയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മോട്ടർ വാങ്ങാൻ നേരത്ത് ആ മോട്ടറിൻ്റെ കൂടെയുള്ള പാനൽ ബോർഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പകരം ഇതേപോലത്തെ ഒരു സ്മാർട്ട് കൺട്രോളർ വാങ്ങിച്ച് വയ്ക്കുക. ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ യൂണിറ്റ് മതി. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കപ്പാസിറ്റർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു കപ്പാസിറ്റർ ബോക്സിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലെ സെറ്റിംഗ് ഇതിലും വളരെ ഈസിയാണ്. ഇതിലാകെ നമ്മൾ ഡ്രൈ റൺ, ഓവർലോഡ് പോലെയുള്ള 2 പാരാമീറ്റേഴ്സ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ലോ വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബിയർ കൂടുന്നത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മോട്ടർ ഇതാ വെള്ളത്തിലേക്ക് പോയി. നമുക്കിതിൽ ഒന്ന് ബാക്കിയുള്ള സെറ്റിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷൻസ് നമ്മൾ കൊടുത്തു. സബ്മേഴ്സിബിൾ പമ്പ് ആയതുകൊണ്ട് ഫേസ്, ന്യൂട്രൽ, റെഡ്, യെല്ലോ, ബ്ലൂ, മോട്ടറിൽ നിന്ന് വരുന്ന 3 വയറുകൾ, ഫേസ്, ന്യൂട്രൽ. ഇത്ര വളരെ സിമ്പിളായിട്ടേ ഉള്ളൂ. ഇനി ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേതിൽ പോലെ തന്നെ മാനുവലായിട്ട് ആദ്യം ഓൺ ചെയ്ത് നോക്കുക. മാനുവലായിട്ട് ഓൺ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ നോട്ട് ചെയ്യുക. 7.8 ആംബിയറാണ് കറണ്ട് കൺസപ്ഷൻ വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7.8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റണ്ണിങ് ആംബിയർ കിട്ടി. റണ്ണിങ് ആംബിയർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് അതിൻ്റെ ഓവർലോഡാണ്. നമ്മൾ 7.8 ആണ് അതിൻ്റെ മോട്ടറിൻ്റെ റണ്ണിങ് ആംബിയർ കാണിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 9 ആംബിയറൊക്കെ അതിൻ്റെ ഓവർലോഡ് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ റെഡിൽ പ്രസ് ചെയ്ത് 9 ആംബിയർ ആക്കി അത് കഴിയുമ്പോൾ സെറ്റ് വയ്ക്കുക. അടുത്ത് ഡ്രൈ ആണ് ചോദിക്കുന്നത്. 7.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6.5 ആംബിയറൊക്കെ അതിൻ്റെ ഡ്രൈ റൺ ലോഡ് വയ്ക്കുക. 6.5 ഡ്രൈ ലോഡ് വെച്ചു. ഇതിലാകെ ഈ 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ. ഇനി വോൾട്ടേജ് കുറയോ കൂടുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംബിയർ വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ കറണ്ടിൽ വരുന്ന വ്യത്യാസം കൊണ്ട് അത് ഓഫായി പൊക്കോളൂ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഈ മോട്ടർ ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് ഓഫാവും നോക്കാം. അപ്പുറം പോലെ നമ്മൾ ഓൺ ചെയ്തു. നമ്മുടെ മോട്ടർ നല്ല പെർഫോമൻസ് ഉള്ള മോട്ടറാണ്. നമ്മുടെ ഡ്രമ്മിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോട്ടർ പമ്പ് ചെയ്യുന്നുണ്ട്. അതാ മോട്ടർ എയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. നമ്മുടെ മോട്ടർ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് കൺസപ്ഷൻ നിലവിൽ 3.6 ആയിട്ടുണ്ട്. ഇനി എത്ര നേരം കൊണ്ട് ഇത് ഓഫാകും എന്നാണ് നമുക്ക് അറിയേണ്ടത്. മോട്ടറിൽ കാര്യം കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സീല് ഡ്രൈ ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതിന് വിട്ടോ, മോട്ടറിൽ നിന്ന് വിട്ടോളാൻ പറയാം. എന്താ ഡ്രൈന്ന് കാണിച്ചു, മോട്ടർ ഓഫായി. ഓൾമോസ്റ്റ് മറ്റേതിൻ്റെ സെയിം ഇത് തന്നെയാണ്. ഒരു 15 to 20 സെക്കൻഡാണ് ഇതിന് വരുന്ന ഡിലേ. ഈ 15 to 20 സെക്കൻഡിനിടയ്ക്ക് ഈ ഡ്രൈ കാണിക്കും, ഇത് ഓഫാവും. ഇനി ഇത് റീസെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ റെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ഓൺ ചെയ്ത് നോക്കാം. പക്ഷേ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ ആംബിയർ വളരെ കുറവാണ്. 3.6 ആംബിയറാണ് ഡ്രൈ ലോഡിൽ നമ്മുടെ ക്ലാസിക്കിൻ്റെ മോട്ടർ എടുക്കുന്നുള്ളൂ. മോട്ടർ ജസ്റ്റ് വരുന്നുണ്ട്, അതായത് വെള്ളം വരുന്നുണ്ട്. പക്ഷേ പാർഷ്യലായിട്ട് എയറും വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആംബിയർ കുറവായിരിക്കും, മോട്ടറിന് ലോഡ് കുറവാണ്.
നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 15 to 20 സെക്കൻഡാണ് അതിൻ്റെ ഒരു ഡിലേ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വേരിയേഷൻസ് വന്ന് പെട്ടെന്ന് ആംബിയർ കുറഞ്ഞാലും മോട്ടറിന് എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാനും എപ്പോഴും ഓഫായി പോകാതിരിക്കാനുമാണ് അങ്ങനെ ഒരു ഡിലേ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡ്രൈ കാണിച്ചു, ഓഫായി. അപ്പോൾ ഈ രണ്ട് കൺട്രോളറിൻ്റെയും ഫങ്ഷൻസും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ നിങ്ങളുടെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, എങ്ങനെ കണക്ട് ചെയ്യാം, ഇത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് പലരും അറിയാത്തത് കൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ചിലരിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്ക് അതിനെക്കുറിച്ചുള്ള പരിചയമില്ല, അങ്ങനെയുള്ള ഒരു വളരെ സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ് ഇത് ഒഴിവാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് വെക്കാം. അതിൽ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ആകെ ഡ്രൈ റൺ, ഓവർലോഡ് 2 പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാനുള്ളൂ. ഇതിലാണ് പിന്നെയും ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വെള്ളമില്ലാത്ത ഓടുന്ന ഒരു അവസ്ഥയിലോ നിങ്ങളുടെ കപ്പാസിറ്റർ, ഇപ്പോൾ മെയിൻലി ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ മോട്ടർ ഹൈ ആംബിയർ എടുക്കും. അങ്ങനെ ഹൈ ആംബിയർ എടുത്ത് മോട്ടർ കത്തിപ്പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ കപ്പാസിറ്റർ കംപ്ലയിൻറ്റ് വന്ന് നിങ്ങളുടെ മോട്ടർ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ കറണ്ട് എടുത്തു കഴിഞ്ഞാലൊക്കെ നിങ്ങളെ ഈ ഡിവൈസ് നിങ്ങളുടെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ആവറേജ് ഒരു പ്രൈസ് വരുന്നത് ഇതിന് ഏകദേശം 1700 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 2500 രൂപയാണ്. എന്നാൽ ഈ പാനൽ വാങ്ങാൻ നേരത്ത് നിങ്ങൾ ആ മോട്ടറിൻ്റെ കൂടെ വരുന്ന ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിൻ്റെ കൂടെ വരുന്ന പാനൽ റിട്ടേൺ എടുക്കാൻ പറയുക. ആവറേജ് ഒരു 500 രൂപ 600 രൂപയുടെ ഇടയ്ക്ക്, 500 രൂപയ്ക്ക് ആവറേജ് ആ മോട്ടറിൻ്റെ കൂടെ വരുന്ന പാനലിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഒരു 2000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് ഒപ്പിക്കാൻ പറ്റും. ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാനലുകൾ വരും. അത് കിച്ചണിലൊക്കെ വെക്കുന്ന ഒരു ഭംഗിയായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതാണെങ്കിൽ ഒറ്റ ഡിവൈസേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളുടെ ഒരു മോഡേൺ കിച്ചണിലൊക്കെ വെച്ചാലും അതിൻ്റെ വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്